ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവരും പെരുന്നാൾക്ക് ഡ്രസ്സെല്ലാം എടുത്ത ഗൈസ്. ഞാൻ ഡ്രസ്സ് എടുക്കാൻ എന്നിട്ട് പോകുന്നുള്ള ടൗണിലേക്ക്. ഇന്ന് മഴയിൽ കുറച്ച് കുറവുണ്ട്, അങ്ങനെ ഭയങ്കര റഷ് ടൗണിൽ. ഡ്രസ്സ് എടുക്കാനുള്ള ആളുമായി, പിന്നെ സ്കൂളെല്ലാം ഓപ്പൺ ആക്കാനായില്ലേ, അതിൻ്റെ തിരക്കുമായി. ഫുള്ള് റഷ്, കാലിടാൻ ജാഗയില്ല ടൗണിൽ. നല്ല ചൂട് ചിപ്സ് എല്ലാം നോക്കിയിട്ട് വിളിക്കുന്നുണ്ട് ബാബാ നെല്ലിയിട്ട്. അങ്ങനെ അതിനും ടാറ്റാക്കിയിട്ട് ഞങ്ങൾ ചെരുപ്പ് മെങ്ങാൻ പോയി. അസാക്ക് ഡെയിലി യൂസിനുള്ള ചെരുപ്പ് വേണം. അങ്ങനെ അത് നോക്കിയിട്ട് ഒന്ന് എടുത്ത് അവൾക്ക് ഇഷ്ടപ്പെട്ടൊരു ചെരുപ്പ് എടുത്തിട്ടായിട്ട് പിന്നെ നേരെ ഞങ്ങൾ പരാഗിലേക്ക് പോയി. ഈ പെരുന്നാൾക്ക് ക്ലോത്ത് എടുത്തിട്ട് സ്റ്റിച്ചാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ഇപ്പോൾ പോവല് പരാഗിലേക്ക് തന്നെ. അങ്ങനെ ഇപ്രാവശ്യവും പരാഗിലേക്ക് തന്നെ പോയി ക്ലോത്ത് എടുക്കാൻ. ആടെ ക്ലോത്തെല്ലാം കണ്ടിട്ട് ഫുള്ള് കൺഫ്യൂസായി. എപ്പോൾ ഗൈസ് ഞാൻ ഒന്ന് മൈൻഡിൽ വെച്ചിട്ട് പോകും, അവിടെ എത്തുമ്പോൾ ഫുള്ള് ചേഞ്ച് ആവും. അങ്ങനെ ക്ലോത്തെല്ലാം നോക്കിയിട്ട് കുറേ ഇങ്ങോട്ടെല്ലാം നടന്നിട്ടായിട്ട് പിന്നെ പുള്ളർത്ത് ഫസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ച്. പുള്ളർത്ത് എനിക്ക് ഏകദേശം ഒരു ഐഡിയ ഉണ്ടായി. അങ്ങനെ അതിനനുസരിച്ചിട്ട് ക്ലോത്ത് എടുത്ത് 3 ആൾക്കും ക്ലോത്ത് തന്നെ എടുത്തത്. 3 ആൾ ക്ലോത്തും എടുത്തിട്ടായിട്ട് പിന്നെ എൻ്റെ എടുക്കാമെന്ന് വിചാരിച്ച്. ഇത് എടുത്തത് 3 ആൾക്ക് ഇങ്ങനെ സിമ്പിൾ ക്ലോത്ത് എടുത്തിട്ട് സിമ്പിളായിട്ട് സ്റ്റിച്ചാക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അതിന് വേണ്ട ലൈനിങ്ങും എടുത്ത് എല്ലാം എടുത്തിട്ടാകുമ്പോൾ എന്നെ ഒരു ബൈക്കായി. പിന്നെ ഞാൻ എന്തോ അടിക്കാൻ വേണ്ടിയിട്ട് പ്ലാൻ ആക്കിയിട്ട് പോയി. ലാസ്റ്റ് ഞാൻ എന്തോ എടുത്തിട്ട് വന്നു ഗൈസ്. അങ്ങനെ ക്ലോത്ത് എല്ലാം എടുത്തിട്ടായിട്ട് ബില്ലാക്കാൻ പോയി. ആ ബില്ലിങ്ങനെ പ്രിൻ്റായിട്ട് വരുമ്പോൾ നെഞ്ഞൊന്ന് അടിക്കുന്നുണ്ട്, എന്നെങ്കിലും പ്രശ്നമില്ല. ബില്ലിങ്ങനെ ആയിട്ടാ 4 ആൾക്കുള്ള ക്ലോത്ത് ആയില്ലേ. പിന്നെ അടിച്ചിട്ട് എങ്ങനെയുണ്ട്, ഏത് മോഡലെന്നല്ല ഇൻഷാ അല്ലാ പെരുന്നാൾക്ക് കാണിക്കാം. പിന്നെ മൗലവിക്ക് പോകാനുണ്ടായി. അങ്ങനെ മൗലവിക്ക് പോയി. അവിടെ നല്ല ക്യൂട്ട് ബോക്സെല്ലാം ഉണ്ട്, കാണുമ്പോൾ നമുക്ക് തന്നെ ആസാന്നുണ്ടായി. ഇങ്ങനെ നോക്കിയിട്ട് തന്നെ കൊണ്ടുപോയിട്ട് വെച്ച്. ഇങ്ങനത്തെ സ്റ്റിക്കറെല്ലാം കണ്ടെങ്കിൽ എൻ്റെ മക്കൾക്ക് ഭയങ്കര ഭ്രാന്ത്. പിന്നെ അത് കിറ്റും ആടുള്ള ബാഗിൻ്റെ കളക്ഷനെല്ലാം നോക്കി. ബാഗ് ഓൾറെഡി ഞാൻ എടുത്തിന് മുമ്പേ. നല്ല കുപ്പിയെല്ലാം ഉണ്ട് തീബേലൻ്റെ. അതെല്ലാം ഇങ്ങനെ എടുത്തോണ്ടും നോക്കിക്കൊണ്ടും വെച്ചോണ്ട് നിന്ന്. പിന്നെ ടിഫിൻ എടുക്കാൻ ഐഷ മുമ്പേ ബുക്കാക്കിന് എന്നെ കൊണ്ട് തന്നെ പോകണമെന്ന് എഴുതിയിട്ട്. അങ്ങനെ ഓളം കൊണ്ട് തന്നെ റിസ വരാമെന്ന് വിചാരിച്ച്. 2-ാം തീയതി സ്കൂൾ തുറക്കുന്നതല്ലേ. അങ്ങനെ ഭയങ്കര റഷ് ഉണ്ടായി മൗലവിയിൽ. ഏകദേശം എല്ലാവരും ഇവിടുന്ന് തന്നെയാണ് വാങ്ങിക്കൽ, കാസർഗോഡ്. ഇങ്ങനത്തെ ക്യൂട്ട് ബുക്കെല്ലാം ഐഷക്ക് ഭയങ്കര ഇഷ്ടം. അതായത് ചെറിയ ബുക്ക് എടുത്തിട്ട് അത് വേണോ എന്ന് എഴുതിയിട്ട് കക്കുന്നുണ്ടായി. പിന്നെ നാലിനെ ഒരുക്കം മേങ്ങിത്തരാൻ എന്നിട്ട് ഓളാടുന്ന് ശരിയാക്കി. പിന്നെ പുറത്ത് കഴിഞ്ഞിട്ട് ഒരു അച്ചാർ കിട്ടിയിട്ടാകുമ്പോൾ ഓള് ശരിയായി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ടാക്കണം.